ഇത് 2004 ലാസ്റ്റ് വണ്ടി. ഇപ്പം CF കഴിഞ്ഞ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ ഇപ്പോൾ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ ഇപ്പോൾ ഉണ്ട്. 2012 ഡിസംബർ കേട്ടൻ. ഓണർഷിപ്പ് എത്ര? ഇത് രണ്ടാമത്തെ ഓണർ. 2. ആ, ഇത് 2016 മഹേന്ദ്രയുടെ KUV 100. KV 100 ഡീസൽ വണ്ടിയാണ്. അതാ പറഞ്ഞത്, ഇപ്പോൾ ഫുൾ പേപ്പറുള്ള വണ്ടിയാണ്. 5 വർഷം ഫുൾ പേപ്പറുള്ള വണ്ടി. ടയർ മാറി കൊടുക്കാം. 50 രൂപയ്ക്കുള്ള ടയറിന് 50 രൂപയ്ക്ക് അത് ഓടാം. 5000 കിലോമീറ്റർ ഓടാനുള്ള ടയർ എടുത്ത് കൊടുക്കാം. 2021 4x4 വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000 ഓടി. 2017 മാഗ്ന വെറും 29,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നെടുമങ്ങാട് വാളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത റോയൽ യൂസ്ഡ് കാസിനകത്താണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ അന്ന് ചെയ്തപ്പോഴേ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാന്യമായ വിലയാണ്, നല്ല വണ്ടികളായിരുന്നു, ഇനിയും പോകണം ആ കടയിൽ നിന്ന്. അപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞു തന്ന അതേ വ്യക്തി തന്നെയാണ് നമുക്ക് ഇന്നും വന്നിരിക്കുന്നത്. അദ്ദേഹമാണ്, ഓണറാണ്. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് സബീർ. ചേട്ടാ, നമ്മൾ ഇത്തവണ വണ്ടികൾ കാണിക്കാൻ പോകുന്നത് എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ്? നമുക്ക് 45 രൂപ മുതൽ കാണിക്കാം. അത് AC ആണോ? AC കാർ. എല്ലാം AC-കളാണ്. ഓക്കെ. അപ്പം നമ്മൾ ഈ 45 രൂപ തൊട്ട് പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ എത്ര വരെ പോകും? നമുക്ക് 5-6 ലക്ഷം രൂപ വണ്ടി ഓൾറെഡി നമ്മളതിലുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഇവിടെ ഇപ്പം മറ്റേ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കിടപ്പുണ്ട്. കൊമേഴ്ഷ്യലുണ്ട്. അതെങ്ങനെയാണ്? കൊമേഴ്ഷ്യൽ ബൈക്കിൽ തന്നെ 2022 വണ്ടിയുടെ കിടപ്പുണ്ട്. 4 വീലർ വണ്ടി കിടപ്പുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള എല്ലാ വണ്ടികളുടെയും വിശേഷങ്ങൾ നോക്കി. 2001 മോഡല് ന്യൂ ഷേപ്പ് വണ്ടി നോക്കും. ഇത് രണ്ടാമത്തെ ഓണറാണ്. കിലോമീറ്റർ ഇതാണ്ട് ഇതിൽ കാണുന്ന കിലോമീറ്റർ തന്നെ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80. നമുക്ക് 45 രൂപ. പിന്നെ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കൊടുക്കാം. ഇതിൽ നിലവിൽ ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ഇനി വന്നുവിടാന്നില്ല. പേപ്പറെല്ലാം 2027 വരെ ഉണ്ട്. 27 വരെ ഉണ്ട്. 2017 മാഗ്ന വെറും 29,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. സിംഗിൾ ഓണർ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 30,000 കിലോമീറ്റർ. കമ്പനി ടയർ. അതെ, വന്ന ടയർ കിടക്കുകയാണ്. ഇത് 290 കൊടുക്കാം. ഇത് 30 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ബാക്കി 260 ലോണും കൊടുക്കാം. ഇത് 2016 മഹേന്ദ്രയുടെ KUV 100. KV 100 ഡീസൽ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ്. കിലോമീറ്ററിന് 52,000 കിലോമീറ്റർ. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ജെന്യുവൻ വണ്ടി. രണ്ടാമത്തെ ഓണർ. കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇത് റോഡ് സൈഡല്ലേ, പൊടിയാണ്. പുറം ചെറിയ പൊടിയൊക്കെ അടിക്കും. ടയർ രണ്ടാമത് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് 310 കൊടുക്കാം. മൈലേജ് ഇത് 28 വരെ കിട്ടും. 25 വരെ കിട്ടും. 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പ്. വെറും 11,000 കിലോമീറ്റർ. 18 വണ്ടി വെറും 11,000 കിലോമീറ്റർ. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. സിംഗിൾ ഓണർഷിപ്പ്. ട്രിവാൻഡ്രം വണ്ടി. നല്ല നെറ്റ്. ഒറ്റ ആൾ ഉപയോഗിച്ച വണ്ടിയാണ്, വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല. 11,000 കിലോമീറ്റർ ഓടിയ ടയറേ ഉള്ളൂ. നമുക്ക് 470 കൊടുക്കാം. 470. ഇത് ഇറങ്ങുമ്പോൾ 580 6 ചില്ലറ വരും. 2022 14,000 കിലോമീറ്റർ. അൾട്ടോ VXI എയർ ബാഗ് വരുന്ന ടൈപ്പ്. ഒരു എയർ ബാഗ്. 17,000 കിലോമീറ്റർ. നമുക്ക് 10 രൂപ വാങ്ങിയിട്ട് കൊടുക്കാം കേട്ടോ. 10,000 രൂപ വെച്ച് ബാക്കിയില്ല 4 ലക്ഷം രൂപ ലോൺ കൊടുക്കാം.
ഓടിയില്ലല്ലോ വണ്ടി. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. 2021 എക്സ്പ്രസ്സോ ജെനുവൻ വണ്ടി. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് രണ്ടാമത്തെ ഓണറിലേക്ക്. കിലോമീറ്റർ 22,000. എക്സസറി ഫുൾ ഓപ്ഷൻ വണ്ടി. എല്ലാം പക്ക. 20,000 22,000 ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ടയർ നമുക്ക് 4 രൂപ കൊടുക്കാം. 4 രൂപ കൊടുക്കാം. 2015 മോഡൽ രണ്ടാമത്തെ ഓണർ എൻ്റെ പേരിലുള്ള വണ്ടിയാണ്. ആ എൻ്റെ പേരിലുള്ള വണ്ടിയാണ്. അതായത് ഫസ്റ്റ് ഓണർഷിപ്പാണ്, എൻ്റെ പേരിൽ മാറിയ വണ്ടിയാണ്. ആ എൻ്റെ പേരിലോട്ട് തന്നതാണ്. LCD എല്ലാം ഉണ്ട്, റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട്. ആ ടയറൊക്കെ പുതിയ എടുത്തിട്ടുണ്ട്, മൊത്തം ടയറാണ് കിടപ്പം. നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് വണ്ടി. നമുക്ക് 240 കൊടുക്കാം. 240 ലാസ്റ്റ് പ്രൈസ് ആണോ? VXI ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓണായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. അത് പോളിഷ് ചെയ്ത് കൊടുക്കും. വേണോ ഇത് ഇഞ്ചിൻ്റെ ഭാഗം കൂടെ എടുക്കാം. പുത്തൻ ബാറ്ററി കാര്യങ്ങളുണ്ട്, സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട്. നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. 2001 സെന്ന്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. ആ 70. തൽക്കാലം ഇതിൽ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇല്ല. ആ ബേക്ക് കമ്പനി സീറ്റ് കവർ ഇളക്കി നോക്കിയതാ. എന്നുവെച്ചാൽ സീറ്റ് കവർ അടിച്ചുകൊണ്ട് അതിന് ഇളക്കി നോക്കിയതാ. ഒറിജിനൽ സീറ്റ് കവറാണ് കിടക്കുന്നത്. ഇത് രണ്ടാമത് അടിച്ചിട്ടേക്കണതാ കവർ. ആ കവർ വാഷ് ചെയ്യാൻ കൊടുത്തേക്കാ. അത് മാറ്റെല്ലാം ഉണ്ട്. വണ്ടി കൊടുക്കുമ്പോൾ പിന്നെ സർവീസ് പോളിഷ് എല്ലാം ചെയ്താൽ കൊടുക്കുന്നത്. ടയറെല്ലാം ഉണ്ട്. ടയറെല്ലാം കുറവുള്ള ടയർ മാറി കൊടുക്കും. അത് 45 രൂപ കൊടുക്കാം. 2011 നാനോ. ഇത് രണ്ടാമത്തെ ഓണർ. AC പവർ വിൻഡോയൊക്കെ ഉള്ള വണ്ടി. ഇത് 50 രൂപ കൊടുക്കാം. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ഇത് എല്ലാം സർവീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തേ കൊടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രിവാൻഡ്രം റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടി നല്ല പൊടിയാണ്. ഞാൻ ഇതെന്ന് ഇത് ചെയ്തിട്ടാലും പിറ്റേന്ന് രാവിലെ നല്ല ഇതാവും. അത്രയും വണ്ടി പോകുന്നില്ലേ, അത് പൊടിയാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. 50 രൂപ. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടി. 2007 വണ്ടിയാണ്. ഇത് രണ്ടാമത്തെ ഓണർ വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാണ്. അത് എത്ര? 70. LXI. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. പവർ വിൻഡോസ് അല്ല, AC പവർ സ്റ്റിയറിംഗ്. നമുക്ക് ഇത് 90 രൂപയ്ക്ക് കൊടുക്കാം. 90. ഇതിലെന്താ 90 രൂപയ്ക്ക് നമുക്ക് പേര് മാറി കൊടുക്കാം. 2007 27 രൂപ ഉണ്ട്. ഇത് 2003 ഒമിനി. 2003 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറാണ്. MPFI വണ്ടി. ഇതൊരു 50 രൂപ കൊടുക്കുക. 29 രൂപ പേപ്പറുണ്ട്. ശകലം ഇതിൽ പേച്ച് വർക്കുണ്ട്. തുരുമ്പ് പരിപാടികളുണ്ട്. ടയർ മോശം. അതാ പറഞ്ഞത്, ഇപ്പോൾ ഫുൾ പേപ്പറുള്ള വണ്ടിയാണ്. 5 വർഷം ഫുൾ പേപ്പറുള്ള വണ്ടി. ടയർ മാറി കൊടുക്കൂ? ടയർ മാറി കൊടുക്കാം. 50 രൂപയ്ക്കുള്ള ടയറിന് 50 രൂപയ്ക്ക് അത് ഓടാം. 5000 കിലോമീറ്ററോടുള്ള ടയർ എടുത്ത് കൊടുക്കാം. 2007 സെന്നസ്റ്റിലോ. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടി. ഫസ്റ്റ് ഓണർ. എത്ര ഓടി? ഇത് 40,000. 40,000 ഓടി. 40,000 കിലോമീറ്റർ. 2007 അല്ലേ? 2007 വണ്ടി. 40,000 കിലോമീറ്റർ ഓടി വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ തന്നെ. ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. വേണേൽ തുറന്ന് കാണിച്ചു തരാം. തുറന്നു നോക്കണോ? അല്ല, ചോദിച്ചത് എത്ര ചോദിക്കുന്നത്? നമുക്ക് 85 രൂപ കൊടുക്കാം. 85,000 രൂപയ്ക്ക് 2007 മോഡൽ സെന്നസ്റ്റിലോ. AC കാര്യമൊക്കെ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? AC ഒക്കെ നല്ല പക്കയാണ്. 40,000 ഓടി വണ്ടിയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും കുറച്ച് ഓടികൾ ഇത്രയും വർഷമായി, അതുകൊണ്ടൊക്കെയാണ് ചോദിച്ചത്. ചില ആൾക്കാർ അങ്ങനെ ഉപദേശിച്ചു. വേറെ അപകടങ്ങളൊന്നും അപകടമില്ല.
ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര ആള്? 2027 വരെ ഉണ്ട്. 2021 4x4 4x4 വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20 ഓടിയിട്ടുള്ളൂ. 20,000 ഓടി. ഒറ്റ ഓണറാണ്? ഒറ്റ ഓണർ വണ്ടി. പുതിയ CFI കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? നമുക്ക് 875 കൊടുക്കാം. ഇത് ഇറങ്ങിയപ്പോൾ എന്തുവാണ്? ഇത് ഇറങ്ങുമ്പോൾ ബോഡി കെട്ടി ഇറങ്ങുന്ന വണ്ടിയാണ്. ഇത് ചേസ് എടുത്ത് ബോഡി കെട്ടുന്നതാണ്. ഓക്കെ. ഇത് ഇവിടുത്തെ ബോഡിയാണ്, അല്ല സൈഡ് ഓപ്പണുള്ള ബോഡിയാണ്. പുതിയ CFI കൊടുക്കാം. 4 ടയറും പുതിയതാണ്. നല്ല ടയേഴ്സാണ്, കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലേ? ഒരു റീപ്ലേസ്മെന്റ് 20,000 എന്ന് പറയുന്നത് വെറും തുച്ഛമായ കിലോമീറ്ററാണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 8.25 രൂപയ്ക്ക് CF ചെയ്ത് കൊടുക്കാം. ഡീസൽ അല്ലേ? ഡീസൽ. മൈലേജ് എന്തുവാണ്? 4x4 ആകുമ്പോൾ ഒരു 13. ഇത് 2015 സൂപ്പർ ഐസ് മിന്റ് 2015 വണ്ടി. ഓണർഷിപ്പോ? ഫസ്റ്റ് ഓണർ വണ്ടി. ഓണർ. റീപ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല, അതും പുതിയ CFI കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടി? ഇത് 65. പുതിയ CFI കൊടുക്കാം വണ്ടി. എത്ര ചോദിക്കുന്നത്? നമുക്ക് 2 രൂപ കൊടുക്കാം. ഇതിന്റെ ടയർ ആവറേജ്? ടയറെല്ലാം പുതിയ CF ആകുമ്പോൾ ഇതിൽ നിന്ന് മാറും വണ്ടി. ബാക്ക് കട്ട ടയർ അല്ലേ? ബാക്ക് കട്ടയ. അതാണ് പറഞ്ഞത്, CF ചെയ്യുമ്പോൾ വീണ്ടും ഇതിനകത്ത് കുറേ കൂടെ ക്വാളിറ്റി വരും. കമ്പനി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വണ്ടിയാണ്. അതാ. എത്ര ചോദ്യം? നമുക്ക് 2 രൂപ കൊടുക്കാം. 2 രൂപ. 2012 ഡിസംബർ കേട്ടൻ. ഓണർഷിപ്പ് എത്ര? ഇത് 2ാമത്തെ ഓണർ. 2. കിലോമീറ്റർ ഒക്കെ എന്തോ ഓടിയിട്ടുണ്ട്? BXI കിലോമീറ്റർ ഒക്കെ എന്തോ ഓടിയിട്ടുണ്ട്? 70,000 ഓടിയിട്ടുണ്ട്. 70 ഓടി. ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ആണ്. ജെനുവിൻ കിലോമീറ്റർ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല സീറ്റ് കവറൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് അകം നല്ല നീറ്റാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. റൂഫും ഒക്കെ അത്യാവശ്യം നല്ല റൂഫാണ്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ചോദ്യം എത്രയാ? നമുക്ക് 1.90 കൊടുക്കാം. 1.90. ഫ്രണ്ട് ടയർ ആവറേജ് ആണ്. ആ 2 ടയറും കൂടെ എടുത്ത് കൊടുക്കാം, പുതിയത്. ഫ്രണ്ട് ടയർ? ഫ്രണ്ട് ടയർ പുതിയ ടയർ മാറി കൊടുക്കാം. ഓക്കെ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഫുൾ പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയാണ് തരുന്നത്. 1.90 അല്ലേ? 1.90 തരാം. നെഗോസിയേഷൻ ഒക്കെ ഉണ്ടേ? ചെറിയ നെഗോസിയേഷൻ. അതാണ് 2 ടയർ കോംപ്ലിമെന്റ്, പുതിയ ടയർ. ഓണം 2 ടയർ പുതിയത് എടുത്ത് കൊടുക്കുന്നതിന്. ഓണം പ്രമാണിച്ച് ചെറിയ കോംപ്ലിമെന്റും ഉണ്ട്. എന്നാ വില കുറയ്ക്കൂലേ? വിലയും കുറയ്ക്കാം. 2014 ഇയോൺ മാഗ്നല്ലേ. എത്ര കിലോമീറ്റർ ഓടി? ഡിലൈറ്റ് കിലോമീറ്റർ? ഇത് കിലോമീറ്റർ 70 കിലോമീറ്റർ. നല്ല നീറ്റ് വണ്ടിയാണ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 2ാമത്തെ ഓണറാണ്. 2ാമത്തെ ഓണർ. വണ്ടിക്കകമൊക്കെ നല്ല നീറ്റാണ്, കുഴപ്പമില്ല. ബേസ് ആണല്ലേ? ഡിലൈറ്റ്. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്, കുഴപ്പമില്ല. ഫ്രണ്ട് ഓക്കെ, ബാക്ക് ആവറേജ്. എത്ര ചോദ്യം? നമുക്ക് 2.10 കൊടുക്കാം. 2.10. 2013 സണ്ണി. ഓണർഷിപ്പ്? 2ാമത്തെ ഓണർ. കിലോമീറ്റർ? കമ്പനി സർവീസ് 85,000. LX വണ്ടി. എക്സൽ വണ്ടി. എക്സൽ എന്ന് പറയുമ്പം കമ്പനി സർവീസ് നിൽക്കുന്ന വണ്ടി. ബേസ് ആണോ മിഡിലാണോ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയാണ്. റൂഫ് കാര്യങ്ങളും എല്ലാം വൃത്തിയാണ്, കുഴപ്പമില്ല. ഡീസലാ പെട്രോളാ? ഡീസൽ. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? 24 വരെ കിട്ടും. അപ്പം ഈ ഇത് എന്തോ ഓടിയെന്ന് പറഞ്ഞേ? ഇത് 88. ഇനി സമയമുണ്ട്. ടൈമിംഗ് 88 ടൈമിംഗ് ചെയിൻ 85 എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാം മാറിയിട്ടേക്കോ? ഈ ടയറൊക്കെ ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല. എത്ര എണ്ണ ചോദിക്കുന്നത്? നമുക്ക് 3 രൂപ കൊടുക്കാം. 3 രൂപയ്ക്ക് ഡീസൽ സണ്ണി. ഇത് 2004 ലാസ്റ്റ് വണ്ടി. ഇപ്പം CF കഴിഞ്ഞ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ ഇപ്പോൾ സിംഗിൾ ഓണർഷിപ്പിൽ ഇപ്പോൾ. എത്ര കിലോമീറ്റർ ഓടി? 75,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റും ഇല്ല. വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. അകമൊക്കെ സീറ്റ് കവറും കാര്യമൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് 4 പുത്തൻ ടയർ. റൂഫ്, AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ അല്ലേ? ആദ്യം ഇറങ്ങിയാൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ്. എത്ര ചോദിക്കുന്നത്? ചോദ്യം എത്രയാ? നമുക്ക് 1.20 കൊടുക്കാം. 1.20. 2004 ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞ് 2029 വരെ പേപ്പറുള്ള വണ്ടി. 2029 ഡിസംബർ വരെ പേപ്പറുണ്ട്. ഡിസംബർ വരെ. വേറെ പ്രത്യേകിച്ച് പറയാത്ത അപാകതകളൊന്നും ഇല്ലല്ലോ? ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഈ ടെസ്റ്റ് നമ്മളിപ്പം ചില കടകളിൽ പോകുമ്പം
നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റിംഗ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല അതുകൊണ്ട് ക്വാളിറ്റി വണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് പെയിന്റ് നിങ്ങൾ ചെയ്യുന്ന പെയിന്റ് എങ്ങനെയാണ്? നല്ല പെയിന്റ് ആണോ? നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് ആണ്. ഇത് പെയിന്റ് ചെയ്തിട്ടില്ല, ബമ്പർ ടു മാത്രം, ഇത് ടച്ചിങ് പോളിഷ് മാത്രമേ അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ജെന്യുൻ കമ്പനി പെയിന്റാണ്. കമ്പനി പെയിന്റ് തന്നെയാണ്. അപ്പോഴേ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ, കുറഞ്ഞ വണ്ടികളും കൂടിയ വണ്ടികളും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആയിട്ടുള്ള ഒരുപാട് വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നല്ല വിശ്വസിച്ചെടുക്കാവുന്നതും അത്യാവശ്യം നല്ല പോലെ വർക്കൊക്കെ ചെയ്തിട്ടേക്കുന്നതുമായ വണ്ടികളാണ് കിടക്കുന്നത്. പിന്നെ വന്ന് നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെയും കൂടിയൊക്കെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോകുക. അപ്പം നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കാണിച്ചു തരാൻ കഴിഞ്ഞു, ലോ ബഡ്ജറ്റ് വണ്ടികളും കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി വീണ്ടും വരുന്നതായിരിക്കും. എന്നും ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിച്ചു തരാൻ പറ്റത്തില്ല, കിട്ടുന്നിടത്തോളം എടുത്തു തരാം. അല്ലാതെ ഉള്ളതും കൂടിയൊക്കെ കാണാൻ ഒരു മനസ്സ് നിങ്ങളും കാണിക്കുക. അപ്പോൾ നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന, അതായത് കാശാവുന്ന വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും വീഡിയോസ് വേണമല്ലോ. അപ്പോൾ അതിനെ അങ്ങനെ കാണുക. അപ്പോൾ എല്ലാത്തരം വണ്ടികളും കാണിച്ചു തരാൻ ഇനിയും കഴിയട്ടെ എന്ന് ഞാനും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ഉണ്ട് കേട്ടോ.